അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഈ പറയുന്നത് പോലെ വളരെ ക്രൂഷ്യൽ ആയിട്ട് പ്രീവിയസ് ഇയറിൽ എപ്പോഴും ചോദിക്കാറുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഇത്തവണ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ 8 മാർക്സിന് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോവർട്ടി അലിവേഷനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ പോവർട്ടി അലിവേഷൻ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പോവർട്ടി അലിവേഷൻ എന്ന് പറയുന്നത് എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഏരിയ ആണ് കേട്ടോ. ഈ ഒരു പോവർട്ടി അലിവേഷനെ കുറിച്ചിട്ടുള്ള ഏരിയ എന്തായാലും എക്സാമിന് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ ഇനി നോക്കുന്നത് എന്താണ്, ഇതുപോലെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ ആണ്. 2017-ലും 2018-ലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താണ്, ഗ്ലോബലൈസേഷൻ ഇസ് ദ ഔട്ട്കം ഓഫ് ദ പോളിസീസ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. അസസ് ദി ഇമ്പാക്ട് ഓഫ് ദീസ് പോളിസീസ് ഓൺ ദി ഇന്ത്യൻ ഇക്കോണമി. അപ്പോൾ LPG എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടില്ല, എന്താണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എന്താ മക്കളെ വന്നിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ 2018-ലും ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്, അത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, വൈ ഡു വി നീഡ് ഇക്കണോമിക് റിഫോംസ്, എന്താണ് വൈ ഡു വി നീഡ് ഇക്കണോമിക് റിഫോംസ് 1991, എന്തുകൊണ്ട് നമുക്ക് ഇക്കണോമിക് റിഫോംസ് 1991 ആവശ്യം വന്നു, അത് എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് നിങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു സ്റ്റോറി പോലെ നിങ്ങൾ പറഞ്ഞു തുടങ്ങി ഓരോന്നായി നിങ്ങൾ മെൻഷൻ ചെയ്തു പോകണം. അപ്പോൾ സ്റ്റോറി പോലെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ആ ഒരു ഇക്കണോമിക് റിഫോംസ് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താ, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അപ്പോൾ നമ്മുടെ നേഷൻ, നമ്മുടെ രാജ്യം മൊത്തത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിളിനെ കുറിച്ച് നമ്മൾ അവിടെ പറയേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ വലിയൊരു ബ്രേക്ക് ഡൗൺ ആണ് അല്ലെ, ഗൾഫ് ക്രൈസിസ്, അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടി, അതുപോലെ പബ്ലിക് ഡെറ്റ് കൂടി, ഇൻഫ്ലേഷൻ ഹൈ ആയി, എന്താണ് ഇൻഎഫിഷ്യൻ്റ് ആയി മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ, അങ്ങ് മൊത്തത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ആൻഡ് നമുക്ക് എന്താണ്, നമുക്ക് അതായത് ഒരു നെക്സ്റ്റ് ഒരു 2 വീക്സിലേക്കുള്ള ചെലവിന് പോലും നമ്മുടെ കയ്യിൽ കാശില്ല. അതായത് നമ്മുടെ ഹോൾ നേഷൻ്റെ കാര്യം പറയുന്നത്, നേഷൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തി എന്നുള്ളതാണ്. അങ്ങനെ എത്തിയ സമയത്ത് നമുക്ക് വേറെ ഓരോ ഓപ്ഷനിൽ നമ്മുടെ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് നമുക്ക് പോയി ഹെൽപ്പ് ചോദിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ആരുടെ അടുത്താണ്, ഇന്ത്യ അപ്രോച്ച് ദി ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD. ഇത് 1 മാർക്കിന് ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. IBRDയുടെ ഫുൾ ഫോം അങ്ങനെയും ഓർത്ത് വെക്കുക. അപ്പോൾ IBRD, അതുപോലെ അതിന് നമ്മൾ IBRDനെ നമ്മൾ എന്തും പറയും, വേൾഡ് ബാങ്ക് എന്നും പറയും, അത് മറക്കരുത്. ഓൾസോ നോൺ ആസ് വേൾഡ് ബാങ്ക്, എന്താണ് IBRDനെ വേൾഡ് ബാങ്ക് എന്നും പറയും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMF, ഇവരുടെ 2 പേരുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറഞ്ഞു രക്ഷിക്കണം, നമുക്ക് ഹെൽപ്പ് ചെയ്യണം, നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മൾ അത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിളിലാണ്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ശരി, നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് തരാം. $7 ബില്യൺ നമുക്ക് ലോണായിട്ട് തന്നു അല്ലേ, നമ്മുടെ നേഷന് $7 ബില്യൺ ലോണായിട്ട് തന്നു. പക്ഷേ ആ ലോൺ തന്നപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞു, ചുമ്മാ ലോണൊന്നും തരത്തില്ല, നിങ്ങൾ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ആ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ 4 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൊടുക്കണം, ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യമാണത് കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഈ 4 പോയിന്റ്സ് വെക്കുക. അതായത് ലിബറലൈസ് ആൻഡ് ഓപ്പൺ അപ്പ് ദി ഇക്കോണമി, റിമൂവിംഗ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി പ്രൈവറ്റ് സെക്ടർ, ദെൻ റെഡ്യൂസ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ മെനി ഏരിയാസ്, ആൻഡ് ഓൾസോ റിമൂവ് ട്രേഡ് റെസ്ട്രിക്ഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എത്രയാണ്, നമുക്ക് ഈ പറയുന്ന പോലെ $7 ബില്യൺ ലോണായിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനലി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് തിരിഞ്ഞ് ആലോചിക്കാനൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ എന്താ പറയണത് അത് അതുപോലെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ $7 ബില്യൺ ഇങ്ങ് പോകുന്നു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, നമ്മുടെ ഈ പറഞ്ഞ പോളിസി. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ആ 4 പോയിന്റ്സ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ പാര കൊടുക്കണം അല്ലേ. ഇൻട്രൊഡക്ടറി പാരയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് സെക്കൻഡ് പാരയിൽ നിങ്ങൾക്ക് വരുമ്പോൾ എന്ത് പറയാം, നിങ്ങൾക്ക് ഈ ന്യൂ ഇക്കണോമിക് പോളിസി വന്നതിനെ കുറിച്ച് പറയാം. അല്ലെങ്കിൽ ഫസ്റ്റ് പാരയിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോന്നും LPG, അതുപോലെ തന്നെ പ്രൈവറ്റ് LPG എന്ന് പറയുമ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് മക്കൾ. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അതെല്ലാം ഒരുപോലെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ സാധിക്കണം എന്നില്ല. കാരണം അത്രയും ഇത് തന്നെ നിങ്ങൾ നോക്കും, ഒരുപാട് എഴുതാനുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിൽ ഓരോന്നും എന്താണെന്നുള്ളത് ഷോർട്ടൺ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. അതായത് എന്താണ് ലിബറലൈസേഷൻ, എന്താണ് പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ എന്താണ് ഗ്ലോബലൈസേഷൻ എന്നുള്ളത് കംപ്ലീറ്റ്ലി എടുക്കാമെന്നല്ല. നമ്മൾ ആ ഒരു 8
മാർക്സിന് ഒതുങ്ങുന്ന രീതിയിലേക്ക് ആക്കുക. ആൻഡ് ദെൻ ഫൈനലി എന്താണ് ഇതിന്റെ ഇമ്പാക്റ്റ് കൂടെ പറയണം. അപ്പോൾ നിങ്ങളെടുത്ത് ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ ഇവിടെ നോക്കിയേ, ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്, ഗ്ലോബലൈസേഷൻ ഇസ് ദ ഔട്ട്കം ഓഫ് ദി പോളിസീസ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. അപ്പോൾ ആ 3 കാര്യം അവിടെ വന്നു. എന്നിട്ട് അസസ് ദി ഇമ്പാക്ട് ഓഫ് ദീസ് പോളിസീസ് ഇൻ ദി ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ന്യൂ ഇക്കണോമിക് പോളിസീനെ ഡയറക്റ്റ്ലി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് LPG എന്താണെന്നുള്ളത് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഇമ്പാക്റ്റും കൂടി പറഞ്ഞാൽ മതി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്നാൽ ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ വൈ ഡു വി നീഡ് ഇക്കണോമിക് റിഫോംസ് ഇൻ 1991 എന്ന് ചോദിച്ചാലോ അവിടെ നിങ്ങൾ മെയിൻലി ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം എന്തിനാണ് നമുക്ക് NEP ആവശ്യം വന്നത് 1991, എന്തിനാണ് അതിൻ്റെ റീസൺ ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ആ ഒരു അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ NEPനെ പറ്റി പറയാനായിട്ടും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്യാനായിട്ട്. അപ്പം ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ വരുന്നു എന്നുള്ളതിനനുസരിച്ച് വേണം essay നമ്മൾ എഴുതുമ്പോൾ ആ ഓരോ പാരഗ്രാഫ്സും എന്താ എഴുതേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഇമ്പാക്റ്റ് എടുത്ത് ചോദിച്ച സ്ഥിതിക്ക് എന്താണ് ഇഫക്റ്റ് ഓഫ് റിഫോംസ് എന്താണ്, ഓരോന്നിൻ്റെയും ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറയണം. അപ്പോൾ ആ റിഫോംസ് ഈ പറയുന്ന LPG റിഫോംസ് വന്നിട്ടുണ്ടല്ലോ, ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും റിലേറ്റഡ് ആയിട്ടുള്ള റിഫോംസ് നമ്മളെല്ലാം ചെയ്തു. അതിൻ്റെ ഇമ്പാക്റ്റ് അഗ്രികൾച്ചറിൽ എത്രത്തോളം വന്നിട്ടുണ്ട്, അഗ്രികൾച്ചർ സെക്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഗ്രികൾച്ചർ സബ്സിഡീസ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ത് ചെയ്തു, റൈസ് ചെയ്തു. അതുപോലെ തന്നെ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് കുറഞ്ഞു. ലാക്ക് ഓഫ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വന്നു, ഇൻവെസ്റ്റ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് ടാർഗറ്റിംഗ് ഹയർ എക്സ്പോർട്ട്സ് ഹാസ് ലെഡ് ടു എ ഫുഡ് ക്രൈസിസ്. അതായത് മൊത്തത്തിൽ എക്സ്പോർട്ട് ചെയ്യാന്ന് വന്നപ്പോൾ എന്തായി, നമുക്ക് ആവശ്യത്തിന് വേണ്ട ഫുഡ് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ ഫുഡ് ക്രൈസിസ് വന്നപ്പം ഈ പറയുന്ന നമ്മൾ എന്തൊക്കെ NEP ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ എന്താണ് ഈ പറയുന്ന നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഡിക്ലൈൻ ആണ് വന്നിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആ ഇമ്പാക്റ്റിൻ്റെ റീസൺസും കൂടി നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എങ്ങനെയാണ് റിഫോംസ് ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ചെയ്തു എന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്നത് ഇതൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറും അഗ്രികൾച്ചറൽ സെക്ടറിനും ഒക്കെ അത് എന്താണ് കുറച്ച് അല്ലാതെയും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആ ഗ്രോത്ത് ഒക്കെ കുറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ ലിബറലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്ലോബലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് പുറമെ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ കൂടുതൽ സ്പേസ് കൊടുക്കണം. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് എന്താണ് കൂടുതൽ കോമ്പറ്റീഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് എന്തായി നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ അതുപോലെ അഗ്രികൾച്ചറൽ സെക്ടർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചീപ്പർ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ അത് ബാധിച്ചു. അതുപോലെ മാനുഫാക്ചേഴ്സിനൊക്കെ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് വന്നു, പുറമേ നിന്നുള്ള കോമ്പറ്റീഷൻസ്. മോഡേൺ ടെക്നോളജീസ് ഇവർക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളവർ എത്തിക്കുന്ന പോലെ എത്തിക്കാൻ പറ്റുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറയുന്നു. അതുപോലെ ഈ ഡെവലപ്ഡ് നേഷൻസ് ആയിട്ടുള്ള USA പോലുള്ള കൺട്രീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് എന്ത് പറഞ്ഞു, ലിബറലൈസ് ചെയ്യണം, എല്ലാവരെയും ഇങ്ങോട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ നമ്മളും ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ USA പോലുള്ള നേഷൻസ് എന്ത് ചെയ്യുന്നില്ല, നമ്മളെപ്പോഴും റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടേക്ക് അങ്ങോട്ടേക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്തു എന്നുള്ളതിൽ പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞേക്കുന്നതൊക്കെ നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനുള്ള ആ ഒരു ആൻസർ. അപ്പം ആക്ച്വലി നിങ്ങൾ പഠിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന NEP അല്ലേ, NEP അതായത് LPG ആണ്, ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ അല്ലെ. ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ ചിലപ്പോൾ LPG മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 5 മാർക്സിന് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ലിബറലൈസേഷനെ പറ്റി മാത്രം ചോദിച്ചൊരു 4 മാർക്സിന് ക്വസ്റ്റ്യൻ വരാം, അതും അല്ലെങ്കിൽ 8 മാർക്സിന് ഇപ്പോൾ ചോദിച്ചതുപോലുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഈ ഒരു ഏരിയയിൽ നിന്ന്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് എപ്പോഴും 8 മാർക്സിന് പ്രിഫർ ചെയ്യുന്ന ഒരു ഏരിയ, ഒരു ടോപ്പിക് ആയിട്ട് മാറിയിട്ടുള്ളത്. 8 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിൽ കൂടി മക്കളെ എന്താണ് 5 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിനൊക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടേക്ക് മൊത്തം ഡിസ്കസ് ചെയ്യുക. സോ എല്ലാവരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക കേട്ടോ. സോ ആരും മറന്നു പോകരുത്. ഇതിന് മുൻപുള്ള വീഡിയോസും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുവെക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതിലൊന്നിലും നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്പെൻസും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മളിവിടെ തരികയാണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.